ഹലോ ഗേസ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എംഎംഎസ് ആയിട്ടാണ് ഗേസ്. സോ നമ്മുടെ എംഎംഎസിൻ്റെ വീഡിയോ ഇതുവരെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടില്ല. സോ നമ്മൾ എംഎംഎസ് ആയിട്ട് വരാമെന്ന് വെച്ചു. നോക്കാം ഗേസ്, നമുക്ക് ഇമ്പോസ്റ്റർ കിട്ടുമെന്ന്. ഈ ക്രൂമേറ്റ് ആണ് ഇട്ടേക്കുന്നത്. കുഴപ്പമില്ല ഗേസ്, നമുക്ക് ഏതെങ്കിലും കളിച്ചാൽ മതി. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ടാസ്ക് ഒക്കെ ഫസ്റ്റ് ചെയ്ത് തീർക്കാം ഗേസ്. ഫസ്റ്റ് തന്നെ നമുക്ക് അഡ്മിയിൽ പോയിട്ട് നമ്മളുടെ കാർഡ് സ്വൈപ്പ് ചെയ്ത് കളയാം. എല്ലാ ഇതും കംപ്ലീറ്റ് ആക്കാൻ നോക്കണം ഗേസ് പരമാവധി. അടുത്തത് ഈ പുള്ളി തന്നെയാണോ ഈ ഇമ്പോസ്റ്റർ എന്ന് അറിയില്ല, നോക്കാം. ഗേസ്, പുള്ളി തന്നെയായിരുന്നു ഈ ഇമ്പോസ്റ്റർ. നന്നായി. സോ നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് അടുത്ത ടാസ്ക് ഒക്കെ ചെയ്യാൻ നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് കുറേ എണ്ണം ഇങ്ങനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ വരും. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ജോലി ചെയ്യാലോ. 1 2 3 സെറ്റ്. വീണ്ടും കേസ്, വീണ്ടും ഒരുത്തനെ വന്നായിരുന്നു. അവനും അല്ല കേസ്. അവന്മാർ പിന്നെ എന്തിനാണ് വെറുതെ ഈ വോട്ട് ചെയ്ത് കളയുന്നത്? ഒരാവശ്യമില്ല. ഇവിടെ ഒന്നും ഇല്ല കേസ്. നമുക്കിനിപ്പോൾ ഇലക്ട്രിക്കലിൽ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. നമ്മുടെ വയറിൻ്റെ ഒക്കെ ഇത് ഭയങ്കര രസമാണ് കേസ്. ഏറ്റവും എളുപ്പം ഇതാണ് ചെയ്യാൻ. എല്ലാം എളുപ്പമാണ്. വീണ്ടും നമ്മളത് സ്കിപ്പ് ചെയ്ത് നമുക്ക് എന്തായാലും വർക്ക് ചെയ്യാം. നമുക്ക് ഇതാണ് മെയിൻ കേസ്. നമ്മൾ വർക്ക് ചെയ്യലാണ് മെയിൻ. അതിനിടയ്ക്ക് മരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യുക കേസ്. നമ്മൾ സ്കിപ്പ് അടിച്ചു വിടും വോട്ടൊക്കെ. നിങ്ങൾ വിചാരിക്കും ഞാനൊന്നും വായിക്കാതെ ഒന്നും സ്കിപ്പ് അടിച്ച് കളയുന്നതെന്ന്. ഇല്ല, ഞാനെല്ലാം കൃത്യം നോക്കിയതാണ്. പിന്നെ നിങ്ങൾ ടൈം കൊണ്ടു വെച്ചിട്ടാണ്. സോ അതും നമ്മൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞ് നല്ല ഒരാൾക്ക് വോട്ട് ചെയ്തായിരുന്നു. നമുക്ക് ഇന്നേരം ചെയ്യാൻ കേസ്. ഞാൻ പരമാവധി നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേസ്. വോട്ടൊക്കെ ചെയ്യുന്നത്. അത് തെറ്റിയിരിക്കുന്നു വേണ്ട. ഞാൻ പിന്നെ ഇതിൻ്റെ വീഡിയോയുടെ ടൈം കൂടുന്നതുകൊണ്ട് മാത്രമാണ് കേസ് ഞാനതൊന്നും കാണിക്കാത്തത്. ഇനി അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ കേസ് അടുത്ത നമ്മൾ എംഎംഎസിൻ്റെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി. അത് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം കേസ്. നമ്മൾ സ്കിപ്പ് വോട്ട് ചെയ്യുന്ന സംഭവം കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം. സോ നമുക്കിനിയിപ്പോൾ കഫ്റ്റേരിയയിൽ ഇവിടെ എവിടെയാണ് കേസ്. അപ്പോൾ ആദ്യം ഇതങ്ങ് ചെയ്താൽ മതിയായിരുന്നു. നമ്മൾ മറ്റേ ഡാറ്റ കൊണ്ടുപോയി വെക്കുന്നതാണ്. റിയാക്ടറിന് അവിടെ എന്തോ പണി പറ്റിയിട്ടുണ്ട്. സാറില്ല, നമുക്കെന്തായാലും നമ്മൾ വർക്ക് ചെയ്യാം. വർക്ക് മുഖ്യം പിടിക്കല്ലേ. സോ ഇവിടെയാണ് കേസ് കൊണ്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. നമുക്കെന്തായാലും ഇവിടെ അപ്ലോഡ് ചെയ്തേക്കാം വർക്ക്. അതിനിടയ്ക്ക് ആരെ കൊല്ലുമെന്നൊന്നും പറയാൻ പറ്റില്ല. മിക്കവാറും കുറേ റിപ്പോർട്ടുകൾ വീണ്ടും വരും. ഇതേതവൻ നമ്മളെ കൊല്ലാൻ വേണ്ടി തന്നെയാണോ? ഇമ്പോസ്റ്റർ കിട്ടിയാൽ അതിൻ്റെ ഒരു ഓളം ഉണ്ടാവുള്ളൂ. അങ്ങനെ നമുക്ക് ഒളിച്ചും പാത്തൊക്കെ ഇരുന്ന ആൾക്കാരെ കൊല്ലണം. അതങ്ങോട്ട് പോയേ റിപ്പോർട്ട് ചെയ്യാൻ പോയതാ. എന്താണിത്? ഇത്രയും പേരല്ലേ തന്നെ പോയി. നമ്മളിതൊക്കെ മൈൻഡ് ചെയ്യണോ ഗേസ്? ആരും നോക്കിയേക്കാം ഇതാരാണ് എന്താണ് പറയുന്നത്. വേണ്ട ഗേസ്, ഒന്നും ടൈപ്പ് ചെയ്യണ്ട. ലാസ്റ്റ് നമ്മളാണ് ഇമ്പോസ്റ്റർ എന്ന് അറിയാവുമാർ പറഞ്ഞുണ്ടാക്കും. നോക്കാം. സെൽഫാന്ന് പറയാൻ തൽക്കാലം. നമുക്കിപ്പോൾ ആ പുള്ളിനെ തന്നെ വോട്ട് ചെയ്യാൻ കേസ്. ഉറപ്പൊന്നുമില്ല, വെറുതെ വോട്ട് ചെയ്യുന്നു. ഇറ്റാച്ചി തന്നെ പോകും തോന്നാണ്. പുള്ളിയാണോ ഈ ഇമ്പോസ്റ്റർ? എനിക്ക് തോന്നുന്നില്ല പുള്ളിയാണെന്ന്. നോക്കാം എന്തായാലും. ഞാൻ വെറുതെ പറഞ്ഞാണ് സെൽഫായിരിക്കുമെന്ന്. ഓക്കെ, പുള്ളിയല്ല, അടുത്ത ഒരാളും അല്ല കേസ്. വെറുതെ 2 പേരെ കളഞ്ഞു. ഞാൻ ആരെങ്കിലും കേസ് അത് എനിക്ക് പറപ്പുള്ള സംശയമുണ്ട്. ബട്ട് പുള്ളിയും വർക്ക് ചെയ്യാൻ വേണ്ടിയാണല്ലോ പോകുന്നത്, ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ പുള്ളീനെ എന്തിനാണ് തെറ്റിയിരിക്കുന്നത്? നമുക്ക് നമ്മൾ ടാസ്ക് ചെയ്യാം. പുള്ളിയൊന്നും ആയിരിക്കത്തില്ല. ഗേസ് പറ്റിച്ച് പുള്ളിയായിരുന്നു കേസ്. വെറുതെ നമ്മൾ മറ്റവനെ ഒഴിവാക്കി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.